ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം. പ്രിയ ഭക്തരെ, നിങ്ങൾ എപ്പോഴും എന്തിനാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നത്? നിങ്ങളുടെ സാഹചര്യവും വിഷമതകളും നാം അറിയുന്നുണ്ട്. ഭക്തർ, വിഷമിക്കാതെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക. നിങ്ങളുടെ വിഷമതകൾക്ക് ഉടൻ തന്നെ പരിഹാരമുണ്ടാകുന്നതായിരിക്കും. ഭക്തരെ, നിങ്ങൾ കയറി വന്ന പാതയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങൾ അനുഭവിച്ച കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പരിഹാസങ്ങളും അതിനെയെല്ലാം തരണം ചെയ്ത് നിങ്ങൾ ഒരു ശക്തയായ വ്യക്തിയാണെന്ന് സ്വയം മനസ്സിലാക്കുക. നമ്മുടെ പരീക്ഷണങ്ങളിലൂടെ നാം നിങ്ങളെ ശക്തരാക്കിയിരിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് അറിയുക. എല്ലാ മനുഷ്യരെയും പോലെ തന്നെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ നാം അറിയുന്നുണ്ട്. ഭക്തർ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതിരിക്കുക. പ്രതീക്ഷകളാണ് മനുഷ്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നന്മ നിറഞ്ഞ മനസ്സിന് ഉടമയാണ് നിങ്ങൾ. എങ്കിലും ചിലപ്പോൾ ചീത്ത ചിന്തകൾ നിങ്ങളിലേക്ക് വരുന്നു. അതിൽ നിന്നും മോചനം നേടുക. പരോപകാരിയായ നിങ്ങൾക്ക് നല്ല കർമ്മഫലം തന്നെ ലഭിക്കുമെന്നത് തീർച്ചയാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരോട് പോലും നിങ്ങൾ കലഹത്തിന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ തളർന്നു പോകാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. അവിടെയെല്ലാം നിങ്ങൾ ശക്തരായി തന്നെ നിലകൊള്ളുക. തീർച്ചയായും നമ്മുടെ ഭക്തരുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കാൻ നമ്മുടെ അനുഗ്രഹങ്ങളെയെല്ലാം നിങ്ങളിലേക്ക് ചൊരിയുന്നതാണ്. നിങ്ങളെപ്പോഴും ഒരു ലക്ഷ്യം കണ്ടെത്തുക. അതു നേടാനായി പരിശ്രമിക്കുക. അതിൽ വിജയിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമാകുന്നത്. നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകുന്നത്. നിങ്ങളുടെ ശത്രുക്കളായ നിങ്ങളിൽ തന്നെയുള്ള അലസത, മടി എന്നീ വികാരങ്ങളെ ഇല്ലാതാക്കുക. ഭക്തർ, ഒരു കാര്യം അറിയുക. നാം എപ്പോഴും നിങ്ങൾക്ക് കാവലായി ഉണ്ടായിരിക്കുന്നതാണ്. ഏറ്റവും ആപത്ഘട്ടങ്ങളിൽ പല ഭക്തരും എൻ്റെ സാമീപ്യം അറിയുന്നുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയതുമാണ്. അതിനാൽ നമ്മിൽ പൂർണ്ണമായും വിശ്വസിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ നമ്മിലേക്ക് എത്തുന്നുണ്ടെന്ന് അറിയുക. ഏത് വിഷമഘട്ടങ്ങളിലും ആപത്ഘട്ടങ്ങളിലും നാം നിങ്ങളെ കൈവിടില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള കഴിവ് നിങ്ങളിൽ തന്നെയുണ്ട്. നിങ്ങൾക്കത് അറിയുവാനുള്ള കഴിവ് നാം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഭക്തർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങൾ എങ്ങനെയുള്ള ജീവിതമാണോ ആഗ്രഹിച്ചത്, അതുപോലെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. നമ്മുടെ ഭക്തർ എപ്പോഴും സമാധാനമായി വസിക്കുന്നത് കാണാനാണ് നാം ആഗ്രഹിക്കുന്നത്. അതിനായി എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് ചൊരിയുന്നതാണ്. അതിനാൽ ഭക്തർ, നല്ലതു മാത്രം ചിന്തിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം യഥാസമയത്തു തന്നെ നടക്കുന്നതായിരിക്കും. നമ്മിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ഓം നമഃ ശിവായ.